വെറും 2 ആഴ്ചത്തെ ഉപയോഗം കൊണ്ട് ഒരു ഹെയർ ഓയിലിന് നിങ്ങളുടെ മുടിയിലെ പ്രധാന പ്രശ്നങ്ങളെല്ലാം മാറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നീലക്കരിഞ്ജീരക ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഹെയർ ഓയിലിനെ കുറിച്ച് പരിചയപ്പെടേണ്ടതാണ്. അതായത് വെറും 2 ആഴ്ച മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കസ്റ്റമർ, ജെനുവിൻ ആയിട്ടുള്ള ഒരു കസ്റ്റമർ നൽകിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ ഓഫീസ് വാട്സപ്പ് നമ്പറാണ്. അദ്ദേഹം ഓർഡർ ചെയ്തിട്ടുള്ളത് വെബ്സൈറ്റ് ത്രൂ ആണ്. പ്രൈവസി മാനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പറോ കാര്യങ്ങളോ നമ്മളിവിടെ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഫോട്ടോസ് മാത്രം. അതിൽ അദ്ദേഹത്തിൻ്റെ മുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോസ് മാത്രം ഒന്ന് കാണിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യമേയുള്ള ഹെയർ. അതിന് ശേഷം അപ്ലൈ ചെയ്ത ശേഷമുള്ള ഹെയറാണ് ഇത് അയച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇതുപോലെ നല്ല ഗ്യാപ്പുണ്ട്, ഇവിടെയും ഗ്യാപ്പുണ്ട്. നമുക്ക് ചെറുതായിട്ട് തലയോട്ടി വിസിബിളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ അദ്ദേഹം അയച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ കാണാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുടി ഭയങ്കരമായിട്ട്, കണ്ടോ, ഇത് ആദ്യത്തെ മുടിയായിരുന്നു. പിന്നെ മുടി നന്നായിട്ട് കറുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഓയിലിൻ്റെ ഒരു പ്രത്യേകതയാണ്, മുടി നല്ല കറുപ്പ് നിറത്തിലേക്ക് വരും. അപ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ നരയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് ഒത്തിരി ഫീഡ്ബാക്ക്സ് ഉണ്ടായിരുന്നു. 56 വയസ്സുള്ളൊരു നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്. അവർക്ക് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുടി നല്ല കറുത്ത് വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഫീഡ്ബാക്സ് ഒന്നും ഷെയർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇതൊരു 2 വീക്സ് കൊണ്ട് തന്നെ ഇത്ര റിസൾട്ട് പറയുമ്പം നമ്മളത് കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചു. മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഹെയർ ഇപ്പോൾ ഓൾമോസ്റ്റ് തിക്കായി, തീരെ കോമ്പ് ചെയ്യുമ്പോൾ ഹെയർ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. 2 വീക്സിൽ ഇത്രയ്ക്ക് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല എന്നും പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം വെറും 2 ആഴ്ച മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തപ്പോൾ തന്നെ മുടി നന്നായിട്ട് കറുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് മുടിയുടെ ആ ഒരു തലയോട്ടിയുടെ ഭാഗത്ത് ഒരുപാട് മുടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം കവറപ്പായി. മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഈ 2 ആഴ്ചത്തെ ഉപയോഗത്തിലൂടെ തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം വേഗത്തിൽ റിസൾട്ട് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നീലക്കരിഞ്ജീരക ഹെയർ ഓയിൽ തൈലപാക വിധിപ്രകാരം വളരെയധികം വീര്യം കൂട്ടി തയ്യാറാക്കുന്ന ഒരു ഓയിലാണ്. അതായത് ഒരുപാട് ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ ഇതിന് വരുന്നുണ്ട്. വളരെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൽ. കാരണം ഇതിൽ ഓരോ ഔഷധങ്ങൾ ചേർക്കും. വളരെയധികം പ്രത്യേകതയുള്ള ഒരു ഔഷധക്കൂട്ടുകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് ഓരോന്നും ചേർക്കുന്ന രീതികളുണ്ട്. ചിലത് കഷായമാക്കി ചേർക്കുന്നു, ആ രീതിയിലൊക്കെയാണ്. ചിലത് പൊടിച്ച് ചേർക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഓയിലിൻ്റെ ഓരോ ആയി വരുന്ന ഓരോ ഘട്ടങ്ങളിലും ചേർക്കുന്ന മരുന്നുകളുണ്ട്. അപ്പം അങ്ങനെ അധികം ശ്രദ്ധാപൂർവം അതുപോലെ തന്നെ നല്ല രീതിയിൽ സമയമെടുത്തും തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് നീലക്കരിഞ്ജീരക ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്രയധികം റിസൾട്ട്, വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ 2 ആഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാധാരണയായിട്ട് പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുക. അതായത് ആദ്യത്തെ ഘട്ടത്തിൽ റിപ്പയറിങ്, അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള മുടിയാണ്, ഇപ്പം സ്മൂത്തനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഹെയർ ആണ്, അവർക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞപ്പോൾ മുടി ഭയങ്കര ഡാമേജ്ഡ് ആയി ഇരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഡാമേജ്ഡ് ഹെയറിനെ ഒന്ന് റിപ്പയർ ചെയ്ത് സാധാരണ ആരോഗ്യമുള്ളൊരു മുടിയാക്കി തീർക്കാനുള്ള ഒരു സമയം. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഷാമ്പൂ, കണ്ടീഷണർ പോലെയുള്ളവർക്ക് യൂസ് ചെയ്തിട്ട് മുടി ഡാമേജ്ഡായി ഇങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഡാമേജ് മാറ്റാനുള്ളൊരു സമയമെടുത്ത് അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുക. അതിന് ശേഷമായിരിക്കും അതിൻ്റെ ഗ്രോത്ത് ഫേസ് ആരംഭിക്കുക. അതായത് മുടിക്ക് കട്ടി കൂടുക, മുടിക്ക് എന്നുവെച്ചാൽ നമ്മൾ പഞ്ഞ് പോലെ ഇരിക്കുന്ന മുടിയുടെയൊക്കെ കളറൊക്കെ ഇങ്ങനെ നഷ്ടമായി പഞ്ഞ് പോലെയൊക്കെ മുടി ചിലർക്ക് ഉണ്ടാവാറുണ്ട് ഡാമേജ്ഡായിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ആ ഒരു മുടിയുടെ ആരോഗ്യം വീണ്ടെടുത്ത് നല്ല കട്ടി കൂട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുക. അപ്പം എല്ലാവരിലും റിസൾട്ട് ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ ഒരു 95% ആളുകൾക്കും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതലും ഫീഡ്ബാക്ക് കിട്ടാറുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. 3 ഘട്ടമായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുക. എന്ന് വെച്ചാൽ ആദ്യമേ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇല്ലാതാക്കുക, മുടി ഒരു ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുക. അതിന് ശേഷം പിന്നെ മുടിക്ക് നീളം കൂടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല രീതിയിൽ നീളം വയ്ക്കുന്നതായിട്ട് ഒത്തിരി ഫീഡ്ബാക്ക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഫേസിൽ മാത്രമേ നമുക്ക് തിക്നെസ് ഫീൽ ചെയ്യൂ. ഇപ്പം മുടിയുടെ ആ ഒരു റിപ്പയറിങ് ഫേസൊക്കെ കഴിയുന്ന സമയത്ത് പതുക്കെ പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങും. പക്ഷേ എങ്കിലും നമുക്ക് തലയോട്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ താഴേക്ക് അതിങ്ങനെ
ഇറങ്ങി വന്നാലേ നമുക്ക് മുടിക്ക് തിക്നെസ് കൂടുന്നതായിട്ട് മനസ്സിലാവുകയുള്ളൂ. 95% ആൾക്കാർക്കും ഭയങ്കര ഫാസ്റ്റായിട്ട് ഒത്തിരി അവർ വിചാരിക്കാത്ത രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുടി ഡാമേജ്ഡ് ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സമയം എടുത്തേക്കാം.